ഹലോ ഓൾ, നമ്മളിന്ന് ഫിസിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കീം എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാൻ പോവാണ്. സോ അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് വരുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. ഈ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. സോ റൊട്ടേഷൻ മോഷനിൽ നിന്ന് ഒരു സ്റ്റഡിനെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു 2-1 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഗ്രാവിറ്റേഷനിലും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിലും അപ്പാർട്ട് ഫ്രം എല്ലാത്തിലും ഒരു 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഒരു 1 ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണുള്ളത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ദെൻ അവർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും അതേപോലെ തന്നെ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. സോ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ മൂവിങ് ഓൺ അവർ ഫസ്റ്റ് ഏരിയ, ഞാൻ ഗ്രാവിറ്റി എന്താണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മേ ബി അറിയാമായിരിക്കും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും, റൈറ്റ്? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 ഒബ്ജക്റ്റിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അങ്ങനെ എർത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി എന്ന് പറയും. So gravity is basically the attractional force between Earth and any other object. സോ അങ്ങനെ ഗ്രാവിറ്റി എർത്തിന് ഒരു എല്ലാ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിന് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും, റൈറ്റ്? നമ്മൾ എല്ലാ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോഴും ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നോൺ സീറോ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. സോ ഈ കേസിലെ നോൺ സീറോ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുക. കുട്ടിയായിരിക്കും തൊട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഐ നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റന്റ് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഐ നോ G is equal to 9.8 meter per second square ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ആക്സിലറേഷനെ തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. സോ ഐ നോ ഏതൊരു ഫോഴ്സ് ആണെങ്കിലും ഐ ക്യാൻ റെപ്രസെൻറ്റ് F is equal to ma എന്ന് എഴുതാം. ഈ കേസിലെ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ mg എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഐ ക്യാൻ റൈറ്റ് G is equal to F divided by m എന്ന് കൊടുക്കാം. ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഐ ഗോട്ട് ആൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. G is equal to F divided by m എന്ന് കിട്ടി. F എന്ന് പറയുന്നത്, സപ്പോസ് ഐ ഹാവ് an object, Earth is having a mass m and I have an object of mass small letter m on the surface of Earth. So I can write the gravitational force F is equal to G m divided by r square എന്ന് എഴുതാം, right? And this I can equate to mg എന്ന് എഴുതാം. So cancel ആയി and I am getting G is equal to gm by r square എന്ന ഇക്വേഷൻ കിട്ടാണ്. G is equal to gm divided by r square എന്ന ഇക്വേഷൻ കിട്ടി. And this is the equation for acceleration due to gravity. G is equal to gm divided by r square. ഓക്കെ ആണല്ലോ. സോ ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റഡ് ആയിട്ട് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. സോ ഇപ്പോൾ സപ്പോസ് മാസ് ഓഫ് എർത്ത് ഈസ് ഡബിൾഡ് ആൻഡ് റേഡിയസ് ഈസ് ഡബിൾ, വാട്ട് വിൽ ഹാപ്പൻ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പെർസെൻറ്റേജ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. Okay, so also acceleration due to gravity depends upon, നമുക്കറിയാം acceleration due to gravity ഒബ്ജക്റ്റിൻ്റെ മാസിനെയോ സൈസിനെയോ ഷേപ്പിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. We already know because acceleration due to gravity I have written G is equal to gm divided by r square എന്ന് എഴുതി. ഇതിൽ capital G is gravitational constant ആണ്, or I can say universal gravitational constant ആണ്. ഈ യൂണിവേഴ്സിലെ ഏതൊരു പോയിന്റിൽ ചെന്നാലും നമ്മുടെ gravitational constant will be same ആയിരിക്കും. And capital M is the mass of earth and not the mass of object. So acceleration due to gravity actually independent of mass of object, radius of object or size of object, അതിനെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. So that's what given in the animation. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ആനയും ഒരു മേ ബി എ സ്റ്റോൺ, രണ്ടുകൂടെ നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക. So while dropping I know it is under the influence of gravity. സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെ താഴേക്ക് മൂവ് ചെയ്യുകയാണ്, റൈറ്റ്? സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർക്ക് രണ്ടുപേരും, ഐ മീൻ മാസ് ഓഫ് ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ഓഫ് ദ എർത്ത് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത് ആണ്, നോട്ട് ദ മാസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ഷേപ്പ്, സൈസ്, ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? യെസ്.
And our question, if the mass of a planet is 10% less than that of Earth and radius is 20% greater than that of Earth, acceleration due to gravity on the planet will be എന്നാണ് question. Okay, so simple question ആണ്, direct ആണ്. So I know acceleration due to gravity, I know equation G is equal to, I can write the equation G is equal to gm divided by r square. Write our equation. G is equal to gm divided by r square, and in this situation I can write g dash, the new acceleration due to gravity or acceleration due to gravity of the planet is equal to g into what will be the mass, 10% less na paraya. So suppose earth inde mass m aanengil ee new planet inde mass will be 0.9 m, right? Earth's mass 10 ആണെങ്കിൽ അതിൻ്റെ 10% ലെസ് എന്ന് പറഞ്ഞാൽ it will be 0.9 m. So I can write 0.9 m divided by, what about the radius? Radius is 20% greater എന്ന് പറയുന്നുണ്ട്. 20% greater എന്ന് പറഞ്ഞാൽ സപ്പോസ് എർത്തിൻ്റെ റേഡിയസ് r ആണെങ്കിൽ ഇവിടെ റേഡിയസ് വിൽ ബി 1.2 r ആയിരിക്കും. So it will be 1.2 r square. Okay. So I can write the equation g into m divided by, I'm taking the constants out, so 0.9 divided by 1.2 into 1.2. So what I will get? So 9 m 1.2 cut, I will get 3 by 4. So again cancelling, I am almost getting 1 by 16, right? 1 by 0.16. So power would consider, I think I am getting cancelling 3 divided by 4. Again cancelling, I am getting 0.4. So I am getting 0.16. So 1.6. So what we will get? 1.6. Yeah. So I am getting 1.6. 1 by 1.6 is 10 by 1.6, almost 0.625, right? So I am getting 0.625 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടണമെങ്കിൽ 1 by 2 അല്ല, 3 by 4 അല്ല, 5 by 8, right? So our answer will be C, option C ആയിരിക്കും. 5 by 8 വരെ. 5 by 8 എന്ന് പറയുമ്പോൾ 50 by 8. So it will be 0.6 something. Yeah, you will get it. ഓക്കെ ആണല്ലോ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചിരിക്കുക. അതിൽ മാസിനോ റേഡിയസിനോ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ദാറ്റ് വാസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എസ്കേ സ്പീഡ് അല്ലെങ്കിൽ എസ്കേ വെലോസിറ്റി. പണ്ടൊക്കെ എസ്കേ വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയാൻ തുടങ്ങി, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ എസ്കേപ്പ് സ്പീഡ് ഈസ് ബേസിക്കലി എർത്തിൻ്റെ, സപ്പോസ് ഞാനൊരു ഒബ്ജക്റ്റ് വെറുതെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് എറിഞ്ഞു, വാട്ട് വിൽ ഹാപ്പൻ? ഒരു പെർട്ടിക്കുലർ മാക്സിമം ഹൈറ്റ് വരെ പോയിട്ട് ദാറ്റ് ഒബ്ജക്റ്റ് വിൽ റിട്ടേൺ ബാക്ക്, റൈറ്റ്? നല്ല സ്പീഡിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ എറിഞ്ഞു, അതിലും ഒരു ഗ്രേറ്റർ സ്പീഡിൽ ഒരു ഒബ്ജക്റ്റിനെ എറിഞ്ഞു. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് ആർ ദെയർ. If a velocity is satisfying certain conditions, I can say the satellite or the object will revolve around the earth. ഇനി അതിലും ഹൈ വെലോസിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് എർത്ത്. നമ്മൾ പറഞ്ഞു, ഒരു നോർമലി ഇഫ് ഐ എം ഡ്രോപ്പിംഗ്, ഇഫ് ഐ എം പ്രൊജക്റ്റിംഗ് ദ പെൻ, ഈ പെന്ന് ഞാനിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിയത് തിരിച്ചു വരാൻ കാരണം മാക്സിമം ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെയുള്ള അതിന് എനർജി കിട്ടുന്നുള്ളൂ. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് എനർജി, കൈനറ്റിക് എനർജി ബിക്കം 0 ആയി. സോ ഓൺലി എർത്തിൻ്റെ അട്രാക്ഷൻ മാത്രമേ പിന്നെ അതിനുള്ളൂ. സോ ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് എർത്ത് ദ ഒബ്ജക്റ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു എർത്ത് എന്ന് പറയും, റൈറ്റ്? ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം, ഒബ്ജക്റ്റ് ഇങ്ങനെ റിട്ടേൺ ബാക്ക് എർത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഐ ഹാവ് ടു റൈറ്റ് എസ്കേ വെലോസിറ്റിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിക്കും. എസ്കേ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm divided by r. I can substitute, we know acceleration due to gravity g is equal to gm divided by r square ആണ്. So I can write gm is equal to gr square എന്ന് നമുക്ക് എഴുതാം. So from this I can write √2gr square divided by r. So cancelling, I am getting √2gr എന്ന് പറഞ്ഞൊരു 2 equations ആണ് നമുക്ക് ഇവിടെ obtain ചെയ്യുന്നത്. escape velocity is equal to √2gr or escape velocity is equal to √2gm by r. ഓക്കെ അല്ലേ? സോ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല,
ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത്. ഐ മീൻ നമ്മൾ ആ ഏത് പ്ലാനറ്റിൽ നിന്നാണ് ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ പ്ലാനറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ആയിരിക്കും ഇവർ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് നിങ്ങൾക്ക് നോക്കാം, ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിൽ നിന്നുള്ള ഒബ്ജക്റ്റ് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കിയേ. നിങ്ങൾ ഇനിഷ്യലി നമ്മൾ ആ സ്ലൈഡ് ജസ്റ്റ് ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ യു ക്യാൻ സീ ജുപ്പിറ്ററിൽ നിന്നുള്ള പ്ലാനറ്റ്, ഐ മീൻ സാറ്റലൈറ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എസ്കേപ്പ് സ്പീഡ് ഏറ്റവും കൂടുതൽ ഏത് പ്ലാനറ്റിനായിരിക്കും? നമ്മുടെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. എസ്കേപ്പ് സ്പീഡ് ഈസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r ആണ്. വേറെ m ഈസ് ദ മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. മാസ് ഓഫ് പ്ലാനറ്റ് ഏറ്റവും കൂടുതൽ ജുപ്പിറ്ററിനാണ്. സോ മാസ് കൂടിയ പ്ലാനറ്റിന് എസ്കേപ്പ് സ്പീഡും വളരെ കൂടുതലായിരിക്കും. സോ സപ്പോസ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ജുപ്പിറ്റർ മീൻസ് നല്ലൊരു ഹൈ എമൗണ്ട് ഓഫ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒബ്ജക്റ്റ് അങ്ങനെ എർത്തിൽ നിന്നല്ല ജുപ്പിറ്ററിൽ നിന്ന് എസ്കേപ്പ് ആവുള്ളൂ കമ്പയറിംഗ് ടു അതർ പ്ലാനറ്റ്സ്. Because mass of planet is directly proportional to escape velocity. Okay അല്ലേ? യെസ്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ കൊടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ പ്ലാനറ്റിൻ്റെ സൈസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. So moving on, next is orbital velocity എന്ന് പറഞ്ഞു. I told you when I am dropping or projecting an object, ഒരു particular velocity ആണെങ്കിൽ the object will revolve around earth. അങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എല്ലാം എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. സോ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാണ് ദാറ്റ് ഒബ്ജക്റ്റ് വിൽ റിവോൾവ് അറൗണ്ട് എർത്ത് ആണ്. സോ ആ വെലോസിറ്റിയെ നമുക്ക് VO എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാം. VO ഈസ് ഈക്വൽ ടു √gm ഡിവൈഡഡ് ബൈ r ആണ്. √gm ഡിവൈഡഡ് ബൈ r ആണ്. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് പ്ലാനറ്റ് അല്ല, എർത്തും. സപ്പോസ് ഇത് എർത്ത് ആണെന്ന് വെച്ചു. സോ ദിസ് ഈസ് അവർ എർത്ത് and this is my satellite. എർത്തും സാറ്റലൈറ്റ്, എർത്തിൻ്റെ സെൻറ്റർ ടു സാറ്റലൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ r, സ്മോൾ ലെറ്റർ r എന്ന് വിളിക്കാം. ഓക്കെ. സോ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററും എർത്തിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ r. എസ്കേപ്പ് വെലോസിറ്റി ആണ്, ഐ ഗോട്ട് ദ ഇക്വേഷൻ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r ആണ്. എസ്കേപ്പ് വെലോസിറ്റിയിൽ ക്യാപിറ്റൽ ആർ, ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് എർത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയോ വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഓർബിറ്റൽ വെലോസിറ്റി റേഡിയസ് ഓഫ് ദി സാറ്റലൈറ്റ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി ഓർബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഐ ക്യാൻ സേ ദി സ്മോൾ ലെറ്റർ ആർ ഈസ് റേഡിയസ് ഓഫ് ഓർബിറ്റ് ആണ്. റേഡിയസ് ഓഫ് ഓർബിറ്റ്. ഓക്കെ. സോ റേഡിയസ് ഓഫ് ഓർബിറ്റ്. ഓക്കെ അല്ലേ? So orbital speed is equal to √gm divided by r ആണ്, where r is the radius of orbit. Okay അല്ലേ? Yes. So moving on, next നമ്മൾ ഓരോ സാറ്റലൈറ്റിൻ്റെ കേസിൽ അല്ലെ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ എനർജീസ് പറയാം. സോ ഈവൻ എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ്, ആ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന ടൈമിൽ ഇറ്റ് ഈസ് ഹാവിങ് എ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഹാവിങ് എ ടോട്ടൽ എനർജി. അത് രണ്ടുകൂടെ സം എടുത്ത് നമുക്കൊരു ടോട്ടൽ എനർജി കണ്ടുപിടിക്കും. സോ ഐ ക്യാൻ സേ കൈനറ്റിക് എനർജി വിൽ ബി ½ mv², നമ്മുടെ നോർമൽ ഇക്വേഷൻ. ആൻഡ് ഹിയർ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ½ m into orbital velocity. I know √gm divided by r ആണ്. So if I am substituting that square, what I am getting ½ m into gm divided by r എന്ന് കിട്ടും. Or I am getting gmm divided by 2r എന്ന് കിട്ടുന്നു. So gmm divided by 2r നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ കിട്ടും. And I know potential energy is always -gmm by r ആണ്. So potential energy, the r is the orbital radius. ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് ഇവിടുത്തെ സ്മോൾ ലെറ്റർ r എന്ന് പറയാം. ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഇഫ് ഐ എം റൈറ്റിംഗ് ക്യാപിറ്റൽ r, അങ്ങനെ നിയമമൊന്നുമില്ല, ബട്ട് ഐ എം റൈറ്റിംഗ്, ഇഫ് ഐ എം റൈറ്റിംഗ് ക്യാപിറ്റൽ r മീൻസ് ഇറ്റ് ഈസ് റേഡിയസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ ലെറ്റർ r ഈസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ആണ്. സോ എർത്തിൻ്റെ സെൻറ്റർ ടു സാറ്റലൈറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ r എന്ന് പറയാം. ആൻഡ് ടോട്ടൽ എനർജി, ഇഫ് ഐ എം ആഡിങ് ദീസ് ടു, ഐ എം ഗെറ്റിംഗ് -gmm by 2r and that will be the total energy of the satellite. And you can see total energy of a revolving satellite is negative. What is the meaning of that? Total energy of a revolving satellite is negative.
ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു സം സിസ്റ്റം ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ കേസിലും ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻ ദ കേസ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ ഓൾസോ ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്. അറ്റ് ദാറ്റ് മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ഈസ് എ ബൗണ്ട് സിസ്റ്റം, ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ആണെന്ന് പറഞ്ഞു. ആ സെയിം റീസൺ ആണ് ഇവിടെയും നമ്മുടെ സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു എർത്ത് ആണ്. എർത്തിൻ്റെ അട്രാക്ഷനിൽ നിന്ന് അതിനെ അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ടോട്ടൽ എനർജി വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. So the equation kinetic energy is equal to gmm divided by 2r. Potential energy ആണെങ്കിൽ minus gmm by r and total energy will be minus gmm by 2r. Important equations ആണ്. And while looking at this, ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇവർ കാണുമ്പോൾ എല്ലാം ഒരു സിമിലാരിറ്റി, എല്ലാത്തിലും ഒരു gmm by r ഉം 2r ഉം ഒക്കെ ഉണ്ട്. So I am connecting these equations in this way. Kinetic energy is the negative of total energy and potential energy is the double of total energy. Okay, you study this because നമുക്ക് ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ബട്ട് അതിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. സോ ഫോർ ദാറ്റ് ഐ നോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഐ നോ മൈനസ് gmm by 2r ആണ്, റൈറ്റ്. ആൻഡ് കൈനറ്റിക് എനർജി എനിക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ആ നെഗറ്റീവ് മാറ്റിയാൽ മതി. സോ കൈനറ്റിക് എനർജി ഈസ് എ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി. ചെക്ക് ഇറ്റ്. ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് റിമൂവ് ചെയ്ത് ഐ എം ഗെറ്റിംഗ് കൈനറ്റിക് എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി ഡബിൾ ഓഫ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഞാനൊന്ന് മൾട്ടിപ്ലൈങ് വിത്ത് 2 ഐ എം ഗെറ്റിംഗ് പൊട്ടൻഷ്യൽ എനർജി. സോ സ്റ്റഡി ദീസ് ഇക്വേഷൻസ്. എന്താ നമ്മൾ പഠിച്ചത്? കൈനറ്റിക് എനർജി ഈസ് ദി നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി ഡബിൾ ഓഫ് ടോട്ടൽ എനർജി. ഓക്കെ ആണല്ലോ? യെസ്. Our next question. A body is projected vertically upwards from the surface of a planet of radius r and with a velocity equal to half the escape velocity for the planet. The maximum height attained by the bodies. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ബൈ ഹാർട്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ട്, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാതെ വളരെ സിമ്പിളായ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതെന്ന് നോക്കാം. So for that, first a body is projected from the surface of a planet. So I am considering, so this is the planet. So initially the object is on the surface of the planet and now it is projected. Now it is projected vertically up from the surface of a planet. Radius r with a velocity equal to half the escape velocity. Maximum height ആണ് ചോദിച്ചിരിക്കുന്നത്. So when it reaches this much height, മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഹൈറ്റ് ചോദിക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റിവോൾവിങ് ആഫ്റ്റർ ദാറ്റ്. എന്ന് വെച്ചാൽ ഞാനൊരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ട് പിന്നെ അത് തിരിച്ചിങ്ങോട്ട് വരികയാണ്, അല്ലാതെ അത് ഓർബിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇവർ പറയുന്നില്ല, റൈറ്റ്? ഓക്കെ. സോ ഐ നോ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ദ 2 points 1, 2. And the first point on the surface of earth, I know total energy. നമുക്ക് എനർജി കൺസർവേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. സോ ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് 1 ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് 2. സോ ഐ ക്യാൻ റൈറ്റ് എനർജി ഇൻ റീജിയൻ 1 or energy E1 is equal to E2. According to energy conservation, I can write E1 is equal to E2. And I know E1 എന്ന് പറയുന്നത് എനർജി അറ്റ് ദ പോയിന്റ് 1 ആണ്. പോയിന്റ് 1ൽ the object is having potential energy and kinetic energy. So I can write the equation. It is having potential energy anyway on the surface of earth minus gmm divided by r and kinetic energy half mv square ആണ്. And it is given velocity. What is the velocity? The object is projected with a velocity equal to half the escape velocity എന്ന് പറയുന്നുണ്ട്. escape velocityയുടെ പകുതി വെലോസിറ്റിയിലാണ് ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഐ നോ escape velocity by 2 ൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഈക്വൽ ടു മൈനസ് gmm ഡിവൈഡഡ് ബൈ ആ വെലോസിറ്റി എത്രയാണ്? നമ്മുടെ ഹയസ്റ്റ് പോയിന്റ്. ഈ ഹയസ്റ്റ് പോയിന്റ് എനിക്ക് അറിയില്ല. സോ ഐ എം ടേക്കിംഗ് h ആസ് ദ ഹൈറ്റ്. സോ ഐ ക്യാൻ റൈറ്റ് മൈനസ് gm ഡിവൈഡഡ് ബൈ r പ്ലസ് h. ഈ r പ്ലസ് h നമുക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പോയിട്ടോ. സോ നോർമലി ചെയ്യുമ്പോൾ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് അല്ല നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്തിൽ നിന്നുള്ള ഹൈറ്റ് ആണ് കൺസിഡർ ചെയ്യുക ഓൾവേസ്. So I can write escape velocity. I already know escape velocity is equal to root of 2gm by r, right? ഇതിൻ്റെ ഹാഫ് വെലോസിറ്റിയിലാണ് ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്തതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഐ എം നോട്ട് സപ്പോസ് ടു റൈറ്റ് ദ 1/2. ഓക്കെ.
So I can write the equation minus gmm by r, okay, plus 1 by 2 into m into escape velocity square will be 2 gm by r, and there is a denominator 2. ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. escape velocity by half the escape velocity എന്ന് ചോദിക്കാം. So I can write 2 gm divided by 4r, correct? You got it? ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സോ ഐ എം ഗെറ്റിംഗ് 4 വരും. സോ 2 gm by r is our escape velocity equal to minus gmm by r plus h. So I know potential energy is always negative ആണ്, and ഇൻഫിനിറ്റിയിൽ മാത്രം നമ്മൾ 0 എന്ന് പറയും. ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓർ നിയർ ബൈ എർത്ത് നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി വിൽ ബി നെഗറ്റീവ്. ഓക്കെ, so I have to rearrange. ഇവിടെ 2 cancel ആയി. So I am getting minus gmm by r ഉണ്ട്, minus gmm by 4r ഉണ്ട്. So rearranging I am getting 4 minus 3 by 4, right? Minus 3 by 4 into gmm by r, right? Minus 1 plus 1 by 4 അല്ലേ? So minus 4 plus 1 minus 3 by 4 gmm by r is equal to minus gmm by r plus h. gmm minus minus എല്ലാം cancel ആയി, and what I am getting 3 divided by 4 r is equal to 1 divided by r plus h. So 3r plus 3h is equal to 4r, and I am getting 4r minus 3r is r, and I am getting r is equal to 3h, and h is equal to r by 3. Option undo? H is equal to r by 3. Our answer 3, option 2. Okay. So h is equal to r by 3 ആണ്. ഇതേ പാറ്റേണിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ ഈവൻ നമ്മൾ escape velocity ഡിറൈവ് ചെയ്യുന്ന തന്നെ ഈ സെയിം ഫോമാറ്റിൽ നിന്നാണ്. So you have to remember total energy conserved ആണ്. Total energy means kinetic energy plus potential energy is a constant എന്നുള്ള അതേ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. So moving on to our next question. Energy required to shift a satellite from orbit of radius r to orbit of radius 2r is E. ഒരു similar question ആണ്. What energy will be required to shift the satellite from the orbit of radius 2r to orbit of radius 3r എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? So energy required to shift a satellite from orbit of radius r to orbit of radius 2r is E. So I can write നമ്മുടെ ഒരു സാറ്റലൈറ്റിൻ്റെ കേസാണ് പറയാം. So I know total energy of a satellite, I know minus gmm by 2r ആണ് total energy of a satellite. Okay. Shift a satellite from orbit of radius r to radius 2r is E. So the difference, so you got the question, right? ഇത് earth ആണെന്ന് വിചാരിക്കുക. So there is first orbit. A orbital or energy ഉണ്ട്, and I am shifting. So suppose this radius is r, and I am shifting the satellite to another radius 2r. So the energy difference will be, energy required is E എന്ന് കൊടുത്തിട്ടുണ്ട്. So I can write E2 minus E1. The difference in energy, which is E, E2 എന്ന് പറഞ്ഞാൽ minus gmm divided by 2 into 2r is 4r minus minus plus gmm by 2r. Okay. So which is equal to what I will get. So minus 1 by 4 plus 2 ആണ്. So if numericals easy again, you can multiply like this. So 1 by 4 ആയി. So gmm divided by 4r, and which is equal to E എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, right? Okay. So now what is the energy required to shift the satellite from orbit of radius 2r to orbit of radius 3r എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the second case we can do orbit of radius 2r to 3r. So E3 minus E2 എന്ന് എഴുതാം അല്ലേ? Okay. So which is equal to minus gmm divided by, in this case energy will be 3 into 2, that means 6r, minus minus plus gmm divided by 2 into 2r is 4r. Okay. So here I am getting 4 minus 6 is 2. 2 divided by 12, right? So 1 by 12 into gmm by r എന്ന് കിട്ടാണ്. So I will write here. So 1 by 12 gmm divided by r. Right.
GMM by R is 4, right? From this equation, I can adopt, namukku first equation in the concept in I am getting GMM divided by R is equal to E by 4, no 4E, right? Okay, so GMM by R is 4E, so 4E divided by 12, so what I am getting, E by 3 in the answer കിട്ടുന്നുണ്ടല്ലേ? Okay, you got it. So the answer will be E by 3. Clear അല്ലേ? സോ വോട്ട് എവർ ഈ എനർജി കൺസർവേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ഒരു ഇക്വേഷൻ പോലും ബൈഹാർട്ട് പഠിക്കേണ്ട. സോ പോയിന്റ്സ് അവർ എന്താണോ പോയിന്റ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ പോയിന്റ്സിലുള്ള ടോട്ടൽ എനർജീസിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ എനർജി മീൻസ് കൈനറ്റിക് എനർജി. റിവോൾവിംഗ് സാറ്റലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ എനർജിക്ക് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതർവൈസ് നമ്മൾ പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആ ഒരു ഫോമാറ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. So moving on, next earthinte acceleration due to gravity ide chela properties nammal paranjarnu. Acceleration due to gravity is independent of mass of object paranju, shape of object, size of object adinonnum depend cheyyunnilla. It only depends upon radius of earth aanu, mass of earth nekkeyanu depend cheyyanu paranju. Angane acceleration due to gravity ku chela variations okke undavum. സോ അങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഇഫ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ്. അതേപോലെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇഫ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ്. ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് വിൽ ബി 0 ആയിരിക്കും. ഓൾസോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റൊട്ടേഷൻ ഓഫ് എർത്ത്. സപ്പോസ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചു, ആ റൊട്ടേഷൻ അനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വേരിയേഷൻസ് ഉണ്ടാകും. ആ വേരിയേഷൻസ് വരുന്ന ഇക്വേഷൻ ഐ വിൽ റൈറ്റ് ഹിയർ. സോ സപ്പോസ് ഇതാണ് എർത്ത്, യു നോ ദിസ് ഈസ് ഇക്വേറ്റർ. ഓക്കെ, ദിസ് ഈസ് ഇക്വേറ്റർ. ഓക്കെ, സോ സപ്പോസ് ഐ എം കൺസിഡറിങ് എ പോയിന്റ്. ഈ പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് എനിക്ക് വേണ്ടത്, ഡ്യൂ ടു റൊട്ടേഷൻ. So at the earth center, it creates an angle lambda. Okay, radius of earth is capital R and angular speed is omega. It's rotating with an angular speed omega. So I am getting the equation G dash is equal to G minus R omega square cos square lambda. Okay, so G dash is equal to G minus R omega square cos square lambda. R radius of earth ആണ്, G എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നോർമൽ വാല്യൂ ആണ്. സോ ആസ് ദി റൊട്ടേഷണൽ സ്പീഡ് ഓർ ഒമേഗ ഇൻക്രീസസ്, what will happen? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. ജി ഡാഷ് എന്ന് പറയുന്നത് നമ്മളെ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് എർത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Okay, and there is an important point. Poles ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ ഇഫക്റ്റ് ഓഫ് റൊട്ടേഷൻ അറ്റ് ദ പോൾസ് ആണ്. സോ പോൾസിൽ ഐ നോ ലാംഡ വിൽ ബി 90 ആയിരിക്കും അറ്റ് ദ പോൾസ്, റൈറ്റ്? 90 ഡിഗ്രി വല്ലേ പോൾസിൽ. സോ ഐ ക്യാൻ റൈറ്റ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് 90 വരും. കോസ് 90 0 ആണ്, സോ ജി ഇറ്റ് സെൽഫ്. സോ റൊട്ടേഷൻ ഹാസ് നോ ഇഫക്റ്റ് അറ്റ് ദ പോൾസ് ആണ്. നിങ്ങൾക്കറിയോ എർത്തിൻ്റെ സർഫസിൽ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എന്ന് പറഞ്ഞാലും അത് പക്ക 9.8 അല്ല എന്ന് നമുക്കറിയാം. 9.8ന് വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിൽ തന്നെ ഏറ്റവും കൂടുതൽ പോൾസിലായിരിക്കും. ഇക്വേറ്ററിനേക്കാളും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. ആൻഡ് ഹൈറ്റ് ഇൻക്രീസസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ്. സിമിലർ ടു ദ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ്. സോ എർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ അതിൻ്റെ സർഫസിലാണ്. ആ സർഫസിലെ തന്നെ ഏറ്റവും മാക്സിമം വരുന്നത് നമ്മുടെ പോൾസിലാണ്. ഓക്കെ അല്ലേ? യെസ്. Next question, if the spinning speed, that means our omega is increased, the weight of the body at the equator എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിനോ W is equal to mg ആണ്, റൈറ്റ്? So when acceleration due to gravity increases, weight will also increases. ആണല്ലോ. സോ G dash എന്ന് കൊടുക്കണം. So I can write m into G dash is G minus R omega square cos square lambda എന്ന് വരും, right? And I know as the speed increases, ഈ സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ കൂടില്ലേ, ഇക്വേറ്ററിലാണ്. സോ ദാറ്റ് വാല്യൂ ഇൻക്രീസസ്.
So equator ആകുമ്പോൾ I can write cos lambda എന്ന് write. So mg മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് 0 വരും. കോസ് 0 1 ആണ്. ആർ ഒമേഗ സ്ക്വയർ വരും. ആൻഡ് ദ വാല്യൂ, ആ നെഗറ്റീവ് ടേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വെയിറ്റ് ഓഫ് ദി പേഴ്സൺ ഓർ വെയിറ്റ് വിൽ ബി ഡിക്രീസ്ഡ്, റൈറ്റ്? സോ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ വിൽ ബി ഡിക്രീസസ്. വെയിറ്റ് ഓഫ് ദ പേഴ്സൺ അല്ല, ബോഡിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സോ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഡിക്രീസസ്. ഓക്കെ ആണല്ലോ? യെസ്. സോ നെക്സ്റ്റ് അതേപോലെ ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു 2 pi into root of r cube by gm ആണ്. ഇവിടെയും r cube ഈസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ആണ്, നോട്ട് ദി റേഡിയസ് ഓഫ് എർത്ത്. ഇറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് ഓർബിറ്റ്. റേഡിയസ് ഓഫ് ഓർബിറ്റ്. ഓക്കെ അല്ലേ? യെസ്. സോ മൂവിങ് ഓൺ. ദി ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഈസ് 5 hours. ഫൈൻ. If the separation between Earth and satellite is increased to 4 times the previous value, the new time period will become എന്നാണ് ചോദിച്ചിരിക്കുക. So I can write the equation time period is equal to, നമ്മുടെ time period ൻ്റെ equation എന്തായിരുന്നു? T is equal to 2 pi into root of L by G അല്ല, അത് സിമ്പിൾ പെൻഡുലം ആണ്. 2 pi into root of R cube by Gm, right? സോ ജിയും എമ്മും എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും മാസ് ഓഫ് എർത്തും ആണ്. അവർ രണ്ടുപേരും എനിവേ കോൺസ്റ്റൻസ് ആണ്. സോ ടൈം പീരീഡ് ഐ ക്യാൻ റൈറ്റ് ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ആർ ക്യൂബ് ആണ്, റൈറ്റ്? റൂട്ട് ആർ ക്യൂബ് ഐ ക്യാൻ റൈറ്റ് as r raised to 3/2 എന്ന് എഴുതാം. സോ ഐ എം റൈറ്റിംഗ് t പ്രപ്പോർഷണൽ ടു r raised to 3/2. ഓക്കെ ആണോ? യെസ്. സോ ഐ ക്യാൻ റൈറ്റ് t1/t2 is equal to r1 by r2 raised to 3/2. Okay. So now let's see. Time period of a satellite is 5 എന്ന് തന്നിട്ടുണ്ട്. 5 divided by t2 is equal to separation between earth and satellite is increased 4 times the previous value എന്ന് തന്നിട്ടുണ്ട്. So this will be r ആണെങ്കിൽ next will be 4r ആണ്. So raised to 3/2 cancelling. So I can write 1/4 in a 2 square എന്ന് എഴുതാം അല്ലേ? 2 square raised to 3/2 എന്ന് എഴുതാം. So I'm getting 1/8 എന്ന് കിട്ടാണ്. So you are not supposed to see, right? So last step I will write here 1/2 raised to 3/2, 2 square raised to 3/2. So 2 cancelling and I'm getting 1/2 raised to 3 കിട്ടുന്നു. So which is equal to 1/8 എന്ന് കിട്ടുന്നു. 5 divided by t2 is 1/8 ആണ്. t2 will be equal to 8 into 5, right? 40 hours എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. Is that okay? So from this I can write t2 is equal to 8 into 5, 40 hours നമുക്ക് ആൻസർ കിട്ടാണ്. ഓക്കെ അല്ലേ? സോ ടൈം പീരീഡ് ഡയറക്റ്റ് ടൈം പീരീഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ആസ്ക്. നമ്മൾ ആ ഒരു റിലേഷൻ എടുത്ത് പ്രോബബിലിറ്റി അവരുടെ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. കെപ്ലേഴ്സ് ലോസ് ആണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ്റെ കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കെപ്ലേഴ്സ് ലോസ് വരിക. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയും. സോ ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ് ഫസ്റ്റ് ലോയെ പറയുക. ഐ വിൽ ഷോ യു ഫസ്റ്റ് ലോ. സോ യു ക്യാൻ സി ഓൾ ദി പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ സൺ എന്നാണ് നമ്മുടെ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ പറയുക. അതേവരെ വിചാരിച്ചിട്ടിരുന്നത് പ്ലാനറ്റ്സ് ആർ മൂവിങ് ഇൻ സർക്കുലർ ഓർബിറ്റ് എന്നാണ്. അങ്ങനെയല്ല, പ്ലാനറ്റ്സ് ആർ മൂവിങ് ഇൻ നോട്ട് ദ സർക്കുലർ പാത്ത്, ദേ ആർ റിവോൾവിങ് ഇൻ എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞത് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോയെ നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ്. ഫസ്റ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇക്വേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ പറയുക പ്ലാനറ്റ് ഇങ്ങനെ എലിപ്റ്റിക്കൽ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഫോളോയിങ് സം കണ്ടീഷൻസ്. ചുമ്മാ അങ്ങനെ എലിപ്റ്റിക്കൽ പാത്തിൽ പോവല്ല. ഇഫ് ഐ എം കണക്ടിങ് അ പ്ലാനറ്റ് വിത്ത് ദ സൺ, പ്ലാനറ്റിനെയും സണ്ണിനെയും കൂടെ നമ്മളൊരു ലൈൻ, ഒരു റേഡിയസ് വെക്ടർ വെച്ച് കണക്ട് ചെയ്യാണ്. സോ ദ റേഡിയസ് വെക്ടർ ഈസ് ഓൾവേസ് സ്വീപ്പിംഗ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ റേഡിയസ് വെക്ടർ ഈസ് സ്വീപ്പിംഗ് ആൻഡ് ഈക്വൽ ഏരിയാസ് ആയിരിക്കും. സോ ഐ can write, okay, so I'll show you. Okay, so നമ്മുടെ ഓരോ ഷെയ്ഡഡ് ഏരിയാസും യു ക്യാൻ സി വെൻ ദ പ്ലാനറ്റ് ഈസ് മൂവിങ് യു ആർ സീയിങ് സം ഏരിയാസ്.
ആ ഓരോ ഏരിയാസും ഒരേ പെർട്ടിക്കുലർ ടൈമിൽ സെയിം ഏരിയ ആയിരിക്കും. ഏരിയാസ് സെയിം എന്നാണെന്നല്ല ഞാൻ പറയുന്നത്, ഏരിയ സെയിം അല്ല, ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ഓർ ദാറ്റ് ഐ ക്യാൻ കോൾ ആസ് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. എന്തെങ്കിലും ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെങ്കിൽ നമ്മൾ അതിനെ വെലോസിറ്റി എന്ന് പറയും. ഇവിടെ ഏരിയ കവേർഡ് ഇൻ എ പെർട്ടിക്കുലർ ടൈം ആണ്. സോ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഏരിയൽ വെലോസിറ്റി. So the aerial velocity will be constant in Kepler's second law. And the second law is called the law of areas. Kepler's second law is called the law of areas. Areas related. So I can say Kepler's second law is law of areas. Okay. So the important point is aerial velocity is constant. Aerial velocity means area divided by time. Area covered divided by time. Area covered divided by time is a constant. So from that point I am getting angular momentum is conserved in the planetary motion. So when a planet is revolving, like ഇതേപോലെ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മൾ ഇലക്ട്രോണിൻ്റെ ബോർ ആറ്റം മോഡലൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? സോ ആ ഇലക്ട്രോൺസിൻ്റെ റിവോൾവിംഗ് പാത്തും പ്ലാനറ്റിൻ്റെ പാത്തും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? രണ്ടും എലിപ്റ്റിക്കൽ പാത്താണ്. അവിടെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ആണ് ഇൻ ദ കേസ് ഓഫ് ആറ്റംസ് ആൻഡ് ഹിയർ സൺ ആണ്. സോ ഇവർ അവർ ഏകദേശം സിമിലാരിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ്. അവിടെ ഒരു കൺസർവേഷൻ ഉണ്ട്, NH/2π എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഇവിടെ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വരുന്നുണ്ട്. വെൻ എ പ്ലാനറ്റ് ഈസ് റിവോൾവിംഗ് ടു ഒബേസ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ആ പെർട്ടിക്കുലർ ഓർബിറ്റ് ആംഗുലർ മൊമെൻറ്റം അതിനോ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു MVR ആണല്ലേ? സോ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു MVR ആൻഡ് വിച്ച് ഈസ് എ കോൺസ്റ്റന്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. ഓക്കെ ആണോ? MVR ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, yes. So moving on to our next question. The earth moves around the sun in an elliptical orbit as shown in figure. Okay, fine. The ratio of OA by OB is equal to K. The ratio speed of earth A and B nearby എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എയിലെയും ബിയിലെയും എർത്തിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കെപ്ലേഴ്സ് ലോസിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എനിവേ ഫസ്റ്റ് ലോ അല്ല, ഫസ്റ്റ് ലോ ജസ്റ്റ് തിയറിയാണ് പറയുക. പ്ലാനറ്റ് മൂവിങ് ഇൻ എലിപ്റ്റിക്കൽ പാത്ത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ വാട്ട് ഐഡിയ ഐ എം ഗെറ്റിംഗ് ഫ്രം ദിസ്? എങ്ങനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ? അതിനോ വെൻ എ പ്ലാനറ്റ് ഈസ് റിവോൾവിങ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സിലെല്ലാം ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഫ്രം ഒബ്റ്റെയിനിങ് ഫ്രം കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. ആംഗുലർ മൊമെൻറ്റം ഈസ് കോൺസ്റ്റന്റ്. So angular momentum is equal to constant. So even angular momentum is constant, I can write mv1r1 is equal to m2v2r2. m2 എന്ന് എഴുതേണ്ട കാര്യമില്ല, m2v2r2. Why? m2 എന്ന് എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞത് because the same planet is revolving. സോ ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യാണ് അറ്റ് എ പെർട്ടിക്കുലർ 2 പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുക. സോ M1 ആൻഡ് M2 വിൽ ബി സെയിം because same planet ആണ് റിവോൾവ് ചെയ്യുക. സോ M1 ഉം M2 ഉം ക്യാൻസൽ ആയി ആൻഡ് ഐ എം ഗെറ്റിംഗ് V1 by V2 is equal to R2 divided by R1 എന്ന് കിട്ടും. റൈറ്റ്? സോ ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് the ratio of OA by OB, OA divided by OB. So that means OA divided by OB എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്റ്റൻസ് ആണ്, R2 by R1 ആണ്. So what I need, V2 by V1 ആണ് എനിക്ക് വേണ്ടത്. So V2 by V1 is equal to, so V2 divided by V1 is equal to R1 by R2. R1 by R2 is given as K. So V2 divided by V1 is also K. Option E, right? Answer will be E. സിമ്പിൾ അല്ലേ? കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഇന്ന് ചോദിക്കാൻ പറ്റുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഐദർ ഫ്രം സെക്കൻഡ് ലോയിൽ നിന്നാണെങ്കിൽ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ഈ പാറ്റേൺ ചോദിക്കാം. ആൻഡ് ഓൾസോ തേർഡ് ലോ ആണ് ഇനി പറയുന്നതെങ്കിൽ തേർഡ് ലോയിൽ നമ്മൾ ടൈം പീരീഡും റേഡിയസ് ഓർ ദ സെമി മേജർ ആക്സിസും തമ്മിലുള്ളൊരു കണക്ഷനാണ് പറയുക. സോ ഇൻ തേർഡ് ലോ ഇഫ് ദേ ആർ സേയിങ് ഐ ക്യാൻ സിംപ്ലി റൈറ്റ് T square proportional to R cube ആണ്. So square of time period is proportional to cube of semi major axis എന്നാണ് third law യിൽ പറയുക. Okay, so the third law is, okay, so you can see different planets are revolving around Earth. ഇങ്ങനെ revolve ചെയ്യുമ്പോൾ you can see the first planet is closer to Earth
and the second planet much more distant away from the sun, right? ഇങ്ങനെ രണ്ട് പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ സൺ ടേക്സ് മോർ ടൈം. ദാറ്റ് മീൻസ് അവർക്ക് ടൈം പീരീഡ് കൂടുതലായിരിക്കും. ഒറ്റ തവണയൊന്നും അവരുടെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്ത് തിരിച്ചു വരാനുള്ള ടൈം പീരീഡ് ഗ്രേറ്റർ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്റ്സ് വിച്ച് ഈസ് അവേ ഫ്രം ദി സൺ. സോ ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് T square, square of time period of revolution of a planet is proportional to cube of semi-major axis of ellipse എന്ന് പറയാം. So square of time period of revolution of a planet is proportional to cube of semi-major axis of ellipse എന്നാണ് Kepler's third law യിൽ പറയാം. So when I have a planet like this, so this is sun suppose, നല്ല ഒരു ellipse ആണല്ലേ. Okay, so sun, this will be the planet. Okay, so I can say നമ്മുടെ എലിപ്സിന് ഒരു സെമി മേജർ, ഒരു മേജർ ആക്സിസ് ഉണ്ടായിരിക്കും, ദ ലോങ്സ്റ്റ് ആക്സിസ്. സോ ദിസ് വിൽ ബി ദ മേജർ ആക്സിസ്. ആ മേജർ ആക്സിസിൻ്റെ ഹാഫിനെയാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയാം. ഓർ അത് സർക്കിൾ ആണ്, അപ്രോക്സിമേറ്റ്ലി സർക്കിൾ ആണ്, ഐ ക്യാൻ കോൾ ദാറ്റ് ആസ് റേഡിയസ്. അത്രേ ഉള്ളൂ. ഐ മീൻ ആ സെമി മേജർ ആക്സിസിൻ്റെ ഹാഫാണ് സെമി മേജർ ആക്സിസ്. ഓക്കെ അല്ലേ? യെസ്. Kepler's third law is also called law of periods എന്ന് പറയും. So first law, Kepler's first law is called the law of orbits because it relates the orbit, shape of orbit. And Kepler's second law is saying about the what? They are explaining about the area. So law of areas എന്ന് പറയും. And third we are calling as law of periods. Okay അല്ലേ? Yes. ആൻഡ് നെക്സ്റ്റ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യം നമ്മൾ കാണുന്ന സ്ട്രെസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് ആണ്. സ്ട്രെസ് ഈസ് ബേസിക്കലി ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഓർ ഐ ക്യാൻ സേ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുക. സോ ദ യൂണിറ്റ് വിൽ ബി ഫോഴ്സ് അല്ലേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ഓഫ് സ്ട്രെസ് വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. ആൻഡ് മൂവിങ് ഓൺ സ്ട്രെയിൻ എന്ന് പറയും. സോ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് ഒരു ഡീഫോർമേഷൻസ് ഓർ ഒരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ആ ചേഞ്ച് പെർ യൂണിറ്റ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിൻ എന്ന് പറയാം. സോ സ്ട്രെയിൻ ഐ ക്യാൻ സേ യെസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയാം. സോ ദ എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ദി ഇനിഷ്യൽ ഡയമെൻഷൻ ഓർ ഒറിജിനൽ ഡയമെൻഷൻ ഐ എം കോളിംഗ് അസ് സ്ട്രെയിൻ. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഒബ്ജക്റ്റിന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് എലോങ്ങേറ്റ് ചെയ്യുക സപ്പോസ്. അങ്ങനെ എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ദർ വിൽ ബി ചേഞ്ച് ഇൻ ലെങ്ത്. അങ്ങനെ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിനെ ഞാൻ വിളിച്ച പേരാണ് സ്ട്രെയിൻ എന്ന്. ഓക്കെ. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ. ഓക്കെ അല്ലേ? യെസ്. സോ വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓർ ഡയമെൻഷൻ ഓഫ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത്. സോ സ്ട്രെയിൻ ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. Okay അല്ലേ? Yes. So we know stress is of three types: longitudinal, shearing and hydraulic stress. Similarly, ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ ഉണ്ട്. സോ സ്ട്രെയിൻ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ ആൻഡ് ഹൈഡ്രോളിക് സ്ട്രെയിൻ ഉണ്ട്, ഓർ വോളിയം സ്ട്രെയിൻ എന്ന് പറയും. ആൻഡ് ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഐ ക്യാൻ സേ ഒരു ബോഡിയുടെ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ വിൽ ബി എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് പറയുന്നതാണ് നമ്മുടെ ഹൂക്സ് ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൂക്സ് ലോയിൽ പറയാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് ഹൂക്സ് ലോ പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ആ ഒരു കോൺസ്റ്റന്റിനെ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. സോ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. നമ്മൾ കണ്ടു സ്ട്രെസ് 3 ടൈപ്പ് ഉണ്ട്, സ്ട്രെയിനും 3 ടൈപ്സ് ഉണ്ട്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ഓൾസോ ബി 3 ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. അതിൽ യങ്സ് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്. സോ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ലീനിയർ ചേഞ്ച്, ഐ മീൻ ലെങ്ത് കൂടുക ലെങ്ത് കുറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലെ ചേഞ്ച് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിനെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. So the same equation I am applying, I know y is equal to Young's modulus is equal to stress by strain ആണ്. Stress I can write as F divided by A.
and strain I can write as delta L divided by L, and rearranging I am getting FL divided by A delta L എന്ന് കിട്ടാണ്. നെക്സ്റ്റ് റിജിഡിറ്റി മോഡുലസ് ആണ്. നമ്മൾ പറഞ്ഞു ഷിയറിംഗ് സ്ട്രെസ് പറഞ്ഞു, ഷിയറിംഗ് സ്ട്രെയിൻ പറഞ്ഞു, അവരുടെ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ്. Then third one is bulk modulus ആണ്. ബൾക്ക് മോഡുലസ് നമ്മൾ പറയും ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. വാട്ട് ടു സേ ബൾക്ക് മോഡുലസ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഓൾസോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. എല്ലാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, so our question, a steel rod of length 1 meter and radius 10 millimeter stretched by a force of 100 kilonewton along its length ആണ്. The stress produced by the rod is y is equal to സ്റ്റീലിൻ്റെ ഒക്കെ യങ്സ് മോഡുലസ് കൊടുത്തിട്ടുണ്ട്. സോ ഐ നോ സ്ട്രെസ് അല്ലേ, സോ സ്ട്രെസ് ഐ ക്യാൻ റൈറ്റ് ആസ് y is equal to സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, they asked us to find stress ആണ്. So I can write stress is equal to, stress I can write either by force divided by area എന്ന് കൊടുക്കാം. So stress is equal to force divided by area. Two equations I have, right? സ്ട്രെസ്സിനെ നമുക്ക് y is equal to stress by strain എന്നുള്ള ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. യങ്സ് മോഡുലസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രെയിൻ, ബട്ട് സ്ട്രെയിൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഇഫ് ഐ വോണ്ട് ടു യൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ചേഞ്ച് ഇൻ ലെങ്തോ അങ്ങനെയുള്ള ടേംസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഐ ക്യാൻ റൈറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഡയറക്റ്റ് ചെയ്യാം. ഫോഴ്സ് 100 കിലോ ന്യൂട്ടൺ ആണ്. 100 × 10⁻³ ആണ്. ആൻഡ് ഏരിയ വിൽ ബി പൈ ആർ സ്ക്വയർ. സർക്കിൾ അല്ലേ, ഐ മീൻ ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി സർക്കിൾ. സോ പൈ ആർ സ്ക്വയർ ആണ്. റേഡിയസ് ഈസ് 10 millimeter ആണ്. 10 millimeter. സോ ഐ ക്യാൻ റൈറ്റ് 10 × 10⁻³ meters. സോ 10⁻² square. Okay, so I am getting 10⁵ divided by 10⁴ pi എന്ന് വരും. So പൈയുടെ വാല്യൂ 1/3, I mean 3.14 ആണ്. 22/7. So 1/3 is 0.3. I am getting 0.318 എന്ന് കിട്ടും. Into 10⁻, so here I am getting -4. 10⁹ എന്നാണ് I am getting. So if I am writing in terms of what I am writing in terms of 3.1 എന്നാണ് എല്ലാ ഓപ്ഷൻസും അല്ലേ. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് 3.18 × 10⁸ ആയിരിക്കും. റൈറ്റ്, ഓപ്ഷൻ 3. ഡു ഇറ്റ്. ഓക്കെ അല്ലേ. സോ നമ്മുടെ കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. 100 kilonewton ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഫോഴ്സ് ഈസ് 100 kilonewton ആണ്. സോ 10⁵ വരും. ആൻഡ് റേഡിയസ് ഈസ് ഈക്വൽ ടു 10 millimeter എന്ന് കൊടുത്തിട്ടുണ്ട്. ഇഫ് റേഡിയസ് ഈസ് 10 millimeter ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 10 millimeter റേഡിയസ് ആണെങ്കിൽ 10 × 10⁻³ millimeter മീറ്റർ ആക്കി. സോ ഒരു 10⁻² വരും. സ്ക്വയർ 10⁻⁴ വരും. ന്യൂമറേറ്ററിലെത്തും 10⁹ ആവും. സോ 0.3 വരും. 1/3 ആണ്. 0. പൈയുടെ വാല്യൂ ഞാൻ 3.14 ആണ് ആക്യുറേറ്റ്ലി കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ സപ്പോസ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാം ഒരു 3.something ആണ്. സോ ഒരു 3 വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ 1/3 എന്ന് വരും. സോ 1/3 ആണെങ്കിൽ ഓൾമോസ്റ്റ് 0.3 വരും. ഓക്കെ, സോ 0.3 × 10⁻⁻+9 വരും. യാ, ഫൈൻ. ഓക്കെ അല്ലേ? യെസ്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോക്സ് ലോ എന്താണെന്ന് നമുക്കറിയാം. സ്റ്റോക്സ് ലോ എന്ന് പറയുന്നതാണ് ഫിസിക്സിൽ ഡെറിവേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ, ഇന്ന പിടിച്ചോ ഇക്വേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ സ്റ്റോക്സ് ലോയുടെ ഇക്വേഷൻ. സോ സ്റ്റോക്സ് ലോയിൽ ഇത്രയേ ഉള്ളൂ. വെൻ ആൻ ഒബ്ജക്റ്റ്, ഒരു റേഡിയസ് r ഉള്ള ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ്, വെൻ ഇറ്റ് ഈസ് മൂവിങ് ത്രൂ എ വിസ്കസ് ഫ്ലൂയിഡ്, ദി വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, ഏതൊരു ഒബ്ജക്റ്റും ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ മൂവ് ചെയ്ത് ദ ഒബ്ജക്റ്റ് വിൽ എക്സേർട്ട് എ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. നമ്മൾ ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒബ്ജക്റ്റിന് ഒരു ഡ്രാഗിങ് അല്ലെ ഒരു അതിനെ ഒന്ന് ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസിങ് ഫോഴ്സ് F is equal to 6π∗r⁵ ആയിരിക്കും. ഇതിൽ ഓരോ ടേംസും r ഈസ് റേഡിയസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. വേറെ r ഈസ് റേഡിയസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. r ഈസ് റേഡിയസ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, v ഈസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, സോ ദ വെലോസിറ്റി. And eta is our coefficient of viscosity. Eta is our coefficient of viscosity. So eta എന്താണ് നമ്മുടെ coefficient of viscosity ആണ്. I will write here eta is coefficient of viscosity. Eta is coefficient of viscosity. Okay അല്ലേ?
എഫ് ഇസ് ഈക്വൽ ടു 6 ഈറ്റ ആർ വി എന്നാണ് നമ്മുടെ സ്റ്റോക്സ് ലോ പറയുന്ന വിസ്കസ് ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ വിസ്കസ് ഫ്ലൂയിഡ്, ഐ ക്യാൻ സേ ആ ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ വിസ്കസ് ഫ്ലൂയിഡ്, ഓക്കെ, സോ ഒബ്ജക്റ്റ് വിൽ എക്സ്പീരിയൻസ് എ ഡൗൺവേർഡ് ഫോഴ്സ്, വെയിറ്റ്. ഒബ്ജക്റ്റിന് ഒരു വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യും, ഉറപ്പാണ്. ഏതൊരു ഒബ്ജക്റ്റും വെൻ ഐ എം ഡ്രോപ്പിംഗ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ വിസ്കസ് ഫ്ലൂയിഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ വെയിറ്റ് obviously, and also the object will experience, നമ്മൾ പറഞ്ഞു, this is a fluid, it is moving in a fluid, so it will experience a viscous drag force. Viscous drag force നെ ഞാൻ FD എന്ന് എഴുതിക്കോട്ടെ, drag force എന്നുള്ള drag force, okay. And also I know ഒരു ഫ്ലൂയിഡിൽ when an object is placed it will experience a buoyant force, okay. നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ കാണുമ്പോൾ പഠിക്കുന്നുണ്ട്, it will experience a viscous drag force. So അതിനെ ഞാൻ buoyant force നെ FB എന്ന് വിളിക്കുന്നു. So when I am dropping an object in a viscous fluid, initially it is under the control of earth ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ട് ആക്സിലറേഷൻ ആയിരിക്കും. ആദ്യം ഇത് സ്പീഡിൽ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യും ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് എർത്ത്. And while moving, we know it will experience a viscous drag force and buoyant force. At a particular instant, this viscous drag force plus buoyant force, that is, sum of viscous drag force and buoyant force will be equal to weight of the object ആയിരിക്കും, and the object will be force, the net force experienced on the object will be 0 ആയിരിക്കും. And I can say object will move with acceleration 0, force 0 ആണ്, acceleration 0. So the when acceleration is 0, object will move with a constant velocity, and that constant velocity we are calling as terminal velocity. Is that okay? ഒരു ഒബ്ജക്റ്റ് വിസ്കസ് ഫ്ലൂയിഡിൽ, വിസ്കസ് ലിക്വിഡിൽ മൂവ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു, ആൻഡ് അപ്വേർഡ് ഇറ്റ് ഈസ് ആക്ടിങ് ബോയൻ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. അങ്ങനെ ആ സം ഓഫ് ബോയൻ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ബിക്കം ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യും, നോ, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. Okay, so a terminal velocity equation, nammal buoyant force, viscous, I can write the equation anyway. So what is our equation? Weight of the body is equal to buoyant force plus viscous drag force, viscous drag force. So weight of the object, weight in terms of density I can write. Suppose object is having a density rho, the liquid is having a density sigma, so I can write rho Vg is equal to buoyant force നെ നമുക്ക് sigma Vg എന്ന് എഴുതാം, പ്ലസ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് 6 pi eta RV. ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വിസ് ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2/9 r² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ എന്നൊരു ഇക്വേഷൻ കിട്ടാണ്. ഓക്കെ അല്ലേ? ഇതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, ഒരു ഒബ്ജക്റ്റ് വിസ്കസ് ലിക്വിഡിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ. So our question is, 8 drops of water, each of radius 2 millimeter, are falling through air at a terminal velocity of 8 centimeter per second. If they coalesce to form a single drop, then the terminal velocity will be none our question. Okay, so I can do like this. ഓക്കെ, സോ ഒരു സിംഗിൾ ഡ്രോപ്പ് ആവുകയാണ്. സിംഗിൾ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ ഐ നോ നമ്മൾ കൊയലൈസ് ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് ദി ബിഗ്ഗർ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു n⁻³ ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ദ റേഡിയസ് ഓഫ് ദ ബിഗ്ഗർ ഡ്രോപ്പ്, എത്ര ഡ്രോപ്സ് ആണ്, n എന്ന് പറയുന്നത് എത്ര ഡ്രോപ്സ് ആണെന്നുള്ള, 8 ഡ്രോപ്സ് ആണ്. സോ 8 I can write as 2³ റൈറ്റ്, റൈസ് ടു 1/3 r എന്ന് കിട്ടും. സോ ഐ എം ഗെറ്റിംഗ് ഇവരൊരു 8 ഡ്രോപ്സ് ജോയിൻ ചെയ്ത് കൊയലൈസ് ചെയ്ത് ഒരു ബിഗ്ഗർ ഡ്രോപ്പ് ആയാൽ അതിൻ്റെ റേഡിയസ് വിൽ ബി 2r ആയിരിക്കും റേഡിയസ്. ഓക്കെ അല്ലേ? സോ ഐ നോ ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു അവർ ഇക്വേഷൻ ഈസ് 2/9 eta r² g ഇൻറ്റു റോ മൈനസ് സിഗ്മയാണ്, റോ മൈനസ് സിഗ്മ. ഓക്കെ, so I know terminal velocity directly proportional to r² ആണ്. the remaining terms are constant, that means density constant ആണ്, coefficient of viscosity എല്ലാം constant ആണെങ്കിൽ I can write terminal velocity is proportional to r³ എന്ന് പറയും in terms of density. Okay, so I can write v1 divided by v2 is equal to, is equation ഒന്നും വേണ്ട, r1 divided by r2 square, and from this I can directly write v1 is
ടെർമിനൽ വെലോസിറ്റി ഇനീഷ്യലി ഈസ് 8 ഡിവൈഡഡ് ബൈ v2 ഇസ് ഈക്വൽ ടു r1 എന്ന് പറയുന്ന r ആണ്, r2 ഈസ് 2r. സോ സ്ക്വയർ r ക്യാൻസലിങ് ആൻഡ് ഐ എം ഗെറ്റിംഗ് v2 ഇസ് ഈക്വൽ ടു 32 cm/s എന്ന ആൻസർ ആയിട്ടാണ്. റൈറ്റ്? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നൊരു ലോ ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. ഐദർ യു മേ സീ നമ്മൾ ഇടയ്ക്കൊക്കെ വോട്ട് ചെയ്യും, നമ്മൾ വളരെ ദൂരേക്കൊന്ന് ഹൗസ് എത്തുന്നില്ലാത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് അതിൻ്റെ ഓപ്പണിംഗ് ഒന്ന് ക്ലോസ് ആക്കും. ദാറ്റ് മീൻസ് വെൻ ദ ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ഐ നോ ദ വെലോസിറ്റി വിൽ ഇൻക്രീസസ്. റൈറ്റ്? അതിനെ തന്നെയാണ് ഞാൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. So when the fluids are flowing through a pipe or an area, I can say when the area is reduced, the velocity increased. Okay, so that I am calling as equation of continuity. Equation of continuity actually നമ്മൾ derive ചെയ്യുക. So ഇങ്ങനെ ഒരു irregular cross section ഉള്ള ഒരു പൈപ്പിലൂടെ ഒരു liquid flow ചെയ്യണം. So I know number of or mass of the fluid particles per time will be constant ആണെന്ന് ഞാൻ എടുക്കാം. mass per time constant, that means number of particles anyway same ആയിരിക്കും. ഒരേ number of particles ആയിരിക്കും ഓരോ സെഗ്മെൻറ്റിലും ഓരോ ഏരിയയിലും പാസ് ചെയ്യുക. സോ mass per time is a constant ആണെങ്കിൽ I can write massനെ നമുക്ക് density into volume എന്ന് എഴുതാമല്ലോ. mass can be written as density into volume. Volume I am writing as area into length divided by time will be a constant. What is our length by time? Length by time is velocity and I can write rho AV is a constant എന്ന് കിട്ടും. rho AV is a constant ആണ് നമ്മുടെ equation of continuity എന്ന് പറയും. rho is density ആണ്, A area of the pipe ആണ്, V velocity ആണ്. And this equation is applicable to all type of fluids ആണ്. But in the case of നമ്മുടെ what to say incompressible fluids ആണെങ്കിൽ I can simply write incompressible fluids ആണെങ്കിൽ പിന്നെ rho AV is a constant എന്ന് എഴുതണ്ട. Incompressible fluid ആണ് I can write incompressible fluid ആണെങ്കിൽ I can write AV is a constant എന്ന് മതി. Okay, because rho already constant ആണല്ലോ. So I can write AV is a constant. Okay. And our next question is based on equation of continuity. You can see for an incompressible liquid, the mass conservation leads to, or mass conservation എന്തിനെ പറ്റിയാ പറയാ? equation of continuity ആണ്. ഡയറക്റ്റ് ആൻസർ ആണ്, ഒന്നും നോക്കാനില്ല. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റായി ഏറ്റവും നന്നായി സോൾവ് ചെയ്യാൻ നോക്കുക. Thank you all.